ഷാരോണിന്റെ കുടുംബം ആഗ്രഹിച്ചതുപോലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് ഈ കേസിൽ ലഭിച്ചിട്ടുണ്ട്. ഷാരോണിന്റെ അച്ഛൻ ജയരാജും അമ്മ പ്രിയയും മീഡിയ വണ്ണോടൊപ്പം ചേരുകയാണ്. പ്രതീക്ഷിച്ചിരുന്ന വിധി തന്നെയായിരുന്നോ? പ്രതീക്ഷിച്ചിരുന്ന വൃത്തിയായിരുന്നു, ശക്തമായ വിധിയായിരുന്നു. ഞങ്ങൾക്കത് അകത്ത് വിളിച്ചിരുത്തി ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു. അവരിത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ മകൻ നഷ്ടപ്പെട്ടത് അത് വേറൊരു നഷ്ടമാണ്. പറ്റാത്ത പരിപൂർണമായി ഇന്നീ സെക്കൻഡ് വരേക്കും എന്തെങ്കിലും പറഞ്ഞായിരുന്നു സാറ് ഞാൻ അല്ലാതെ പോലെ പറയില്ല, അവർ അകത്ത് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തിരുത്തി ഞങ്ങൾ കേൾക്കാൻ കണക്കിന് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചപ്പോൾ തന്നെ ഈ കേസിൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും, ഏറ്റവും വലിയ ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ വന്നോ? നേരത്തെ ഞങ്ങൾക്കുണ്ടായിരുന്നു കേസ് ശക്തമാണ്, കറക്റ്റ് പോകുന്നുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും നല്ല രീതിക്ക് നമ്മളെ സഹായിച്ചു, എല്ലാ അർത്ഥത്തിലും സഹായിച്ചു, എല്ലാവരെ കൊണ്ടും സഹായിച്ചു. ഞങ്ങളുടെ കേസ് ശക്തമായിട്ടുണ്ട്. അപ്പോഴേ ഞങ്ങൾക്കറിയാം. ഈ തുടക്കത്തിൽ പാറശാല പോലീസിലാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള അന്വേഷണവും പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു? അത് അന്ന് അവരന്വേഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കൊരു വേറൊരു ടീമിനെ വേണം എന്ന് ഞങ്ങൾ സംസ്ഥാന സർക്കാരോട് ഞങ്ങൾ ആവശ്യം അറിയിച്ചു. പക്ഷെ അത് നടത്തി തന്നു. അന്വേഷണം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പുതിയൊരു ടീമിനെ പ്രഖ്യാപിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേ ഞങ്ങൾക്കറിയാം ഈ കേസിൽ വഴിത്തിലുണ്ടാവും. കോടതി പോലും അംഗീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണ മികവിനെ. പാറശാല പോലീസിനെ ഇന്ന് പ്രത്യേകിച്ചും ജഡ്ജി അദ്ദേഹം നല്ലതായിട്ടാണ് പറഞ്ഞത്. അമ്മയും ഈ വിധി കേൾക്കാൻ വേണ്ടി കോടതിയിലുണ്ടായിരുന്നു. ആ വിധി കേട്ടപ്പോൾ എന്താ തോന്നിയത്? ആദ്യം വളരെയധികം ഒരു ആശ്വാസം തോന്നി, സമാധാനം തോന്നി. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് തന്നെ ഈ വിധി, എല്ലാ ജനങ്ങളുടെയും പ്രാർത്ഥന കൊണ്ട് തന്നെ ഈ വിധി ഞങ്ങൾക്കിങ്ങനെ അനുകൂലമായിട്ട് വന്നത്. ഈ വിധിക്ക് വേണ്ടി തന്നെ ഞങ്ങളും പ്രാർത്ഥിച്ചത്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ കുഞ്ഞുമോനെ നഷ്ടപ്പെട്ട വേദനയിലായിരുന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചതും അവർക്ക് ഈ വധശിക്ഷ കിട്ടണമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. പിന്നെ എല്ലാ ജനങ്ങളുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. പിന്നെ എൻ്റെ പൊന്നുമോൻ്റെ നിഷ്കളങ്കനായ എൻ്റെ പൊന്നുമോൻ്റെ നിലവിളി, അതാണ് ദൈവം കേട്ടത്. ആ ദൈവം തന്നെയാണ് ഈ നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് ഇങ്ങനെ ഒരു വിധി നടപ്പിലാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ പ്രാർത്ഥനയും പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേര് നന്നായിട്ട് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ വളരെ ആത്മാർത്ഥതയോടെയാണ് ഞങ്ങളോടൊപ്പം നിന്നത്. പിന്നെ ഞങ്ങളെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിനീത് കുമാർ സാർ വളരെ സപ്പോർട്ടിങ്, ഫുൾ സപ്പോർട്ടും തന്നിരുന്നു. എപ്പോൾ എന്ത് ഡൗട്ടാണെങ്കിലും ചോദിക്കാൻ എന്തുവാണെങ്കിലും ഞങ്ങളോടൊപ്പം തന്നെ നിന്നു. പിന്നെ മീഡിയാസ് വളരെ അവർ ആത്മാർത്ഥതയോടൊപ്പം ഞങ്ങളോടൊപ്പം നിന്നു. പിന്നെ ജനങ്ങളുടെ പ്രാർത്ഥന, എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എപ്പോൾ എന്നെ പുറത്തിറങ്ങുമ്പോൾ കാണുമ്പോഴൊക്കെ എൻ്റെ സങ്കടം കാണുമ്പോൾ അവർ പറയും, മോള് വിഷമിക്കേണ്ട, അവൾക്ക് തൂക്ക് കയറി എന്നെ കിട്ടുമെന്ന്. ഒരുപാട് ജനങ്ങളും ഒരുപാട് അമ്മമാരും എന്നെ നോക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്കൊരാശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അത് പ്രാവർത്തികമാക്കി തന്നത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിക്ക് 1000 നന്ദി അർപ്പിച്ചുകൊള്ളു. 11 ദിവസവും ഷാരോണ ആശുപത്രി കിടന്നതിൻ്റെ ആ മുഴുവൻ വേദനയും കോടതി ഉൾക്കൊണ്ടായിരുന്നു. ആ രീതിയിലാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ജഡ്ജ്മെൻ്റ് ഉണ്ടായത്. അതെല്ലാം കോടതി എടുത്തു പറഞ്ഞു. എൻ്റെ മോൻ 11 ദിവസം ICUലായി കിടന്ന് അനുഭവിച്ച വേദന അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് വേദന അനുഭവിച്ചാണ് എൻ്റെ പൊന്നുമോയി. അതെനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല. ഒരു വെള്ളമോ നുള്ള ആഹാരമോ എൻ്റെ കുഞ്ഞിന് കുടിക്കാനോ കഴിക്കാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മാത്രം വായിൽ ഒക്കെ എപ്പോഴും വായിന്നിങ്ങനെ വൊമിറ്റ് ചെയ്തിരിക്കും. എൻ്റെ പൊന്നുമോ ഒരുപാട് വേദന അനുഭവിച്ച്. സഹോദരൻ ഷീമോന്റെ ഒരു ഇടപെടൽ
അച്ഛൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും ഷീമോൻ ഈ അന്വേഷണത്തിന് വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവൻ്റെ ആ ഒരു റോളിനെ എങ്ങനെ കാണുന്നു? അതുപോലെ തന്നെ ഷാരൂണിൻ്റെ സുഹൃത്തുക്കളെയും. അവർ ചേട്ടനും സുഹൃത്തുക്കളെ പോലെയാണ്. അത് ഒരിക്കലും വാക്കേടില്ല. എൻ്റെ അനിയനെ ഒന്നുകളായി അതിൻ്റെ ഒരു അതും വ്യക്തമായി അറിയണം, എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. അതിനുവേണ്ടി എൻ്റെ മകൻ പരിപൂർണമായി ഇന്നീ സെക്കൻഡ് വരേക്കും അവൻ നോക്കിയിട്ടുണ്ട്.